ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവഭയത്തിൻ്റെ വിശേഷതകൾ. ദൈവഭയത്തിൻ്റെ വിശേഷതകൾ. ഒരു വിശ്വാസി എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ അറിഞ്ഞവർ മാത്രമേ അവനെ ഭയപ്പെടുകയുള്ളൂ. ഭയപ്പെടുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തെ ആശ്രയിക്കുക എന്നത് അവനിൽ ശരണം പ്രാപിക്കുക എന്നതാണ്. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവൻ ഇടപെടാതെ പ്രാർത്ഥിക്കും. ഒരു വിശ്വാസി അവന് ലഭിക്കുന്നതായ എല്ലാ കൃപാവരങ്ങൾക്കും നന്ദി അർപ്പിക്കും, സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അവൻ ദൈവഭയത്തിൽ ആനന്ദിക്കും. ദൈവഭയത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തത്, ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു എന്നാണ്. 111 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് എഴുതിയത് ഈ സങ്കീർത്തനം എന്ന് അറിയില്ല. അതായത് 50 സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുന്നത് അതിൽ പേരില്ലാത്ത സങ്കീർത്തനങ്ങളാണ്. അതിൽ ഒന്നാണ് ഇത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കാരണം 150 സങ്കീർത്തനങ്ങളുടെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൽ 50 എണ്ണം പേരില്ലാത്തത് ആണ് എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവഭയം ജീവൻ്റെ ഉറവാകുന്നു എന്നാണ്. ഇവിടെ ശലോമോൻ പറയുന്നത് യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവഭയം നിർമ്മലമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 18 സങ്കീർത്തനം 26 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ നിർമ്മലതയെ കാണിക്കുന്നു. നമ്മൾ നിർമ്മല ഹൃദയം ഉള്ളവർ ആയിരുന്നാൽ ദൈവഭയം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യഹോവ ഭക്തി നിർമ്മലമായത് എന്ന് ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് നീതി ഉളവാക്കുന്നവയാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. നമ്മുടെ ഭക്തി നിർമ്മലമാണോ? നമുക്ക് ദൈവഭയമുണ്ടോ? നാം നല്ല ഒരു വിശ്വാസിയാണോ? ഇതൊക്കെയും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ ആണ്. അതായത് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളുടെ ദൈനംദിന വർക്കിലേക്ക് പോവാതെ ഒരല്പസമയം അവിടെ ഇരുന്ന് ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഗുണങ്ങളും നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഗുണങ്ങളോടുകൂടി ഗുണം കൂട്ടുന്നതിന് വേണ്ടിയും തെറ്റുകളെ തിരുത്തി ദൈവത്തിൽ നമ്മെ സമർപ്പിച്ച് ഇനി ഒരിക്കലും ഞാൻ ആ പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാരെ നോക്കുക. അവർ ഓരോരുത്തരും ചെയ്തതായ ആ നല്ല കാര്യങ്ങൾ ഒക്കെയും പിന്നിലുള്ളത് അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും നോക്കുക. അതുപോലെ തന്നെ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ടുവന്നതായ ആ മോശയെയും അഹറോനെയും നോക്കുക. അതിനുശേഷം മോശയുടെ പിൻഗാമിയായി വന്ന യോശുവയെ നോക്കുക. അതിനുശേഷം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അതിൽ 12 ന്യായാധിപന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ആണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് കാണുന്നുണ്ട്. അവരുടെ ജനനവും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് അവരുടെ ആ വേദഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കി നാം നമ്മെ തന്നെ തിരുത്തുന്നുവെങ്കിൽ നമുക്ക് ഒരു ഉത്തമ ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മോവാബിയ സ്ത്രീയായ രൂത്തിനെ നാം കാണുന്നുണ്ട്. ആ രൂത്ത് നമുക്ക് കാണിച്ചു തന്നതായ ആ ഒരു മാതൃക, നല്ല ഒരു മരുമകളുടെ ഒരു മാതൃക, നല്ല ഒരു കുടുംബിനിയുടെ മാതൃക, ഉത്തമ സ്ത്രീയുടെ മാതൃക,
അതായത് സ്ത്രീ വിളക്ക് ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് രൂത്ത് നമ്മളെ കാണിക്കുന്നത്. അതിൽ നിന്ന് നമ്മളുടെ ആൾക്കാർ, നമ്മളുടെ കുടുംബത്തിലുള്ളവർ അതിൽ നിന്നും പാഠം പഠിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കുവാൻ. അതുപോലെ തന്നെ നാം മുമ്പോട്ട് വരുന്ന അവസരത്തിൽ രാജാക്കന്മാരുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ അവരെ എപ്പോഴൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ അവരെ ദൈവം ശിക്ഷിച്ചതായി നാം കാണുന്നുണ്ട്. ശൗൽ രാജാവിനെ നോക്കുക, അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ രാജപദവിയിൽ നിന്നും മാറിപ്പോയി. ദാവീദ് അവൻ്റെ സ്ഥാനം ഏറ്റു. ആ ദാവീദ് ദൈവത്തിൻ്റെ ദാസനായി അവൻ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ 40 വർഷം ഇസ്രായേൽ ജനങ്ങളെ ഭരിക്കുന്നതിനിടയായി. അവൻ്റെ മകനായ ശലോമോൻ ആദ്യം ഒക്കെ നല്ലവനായി പ്രവർത്തിച്ചു, ദൈവത്തിന് ഹിതമുള്ളത് ചെയ്തു. എന്നാൽ അവൻ്റെ അന്യജാതിക്കാരി ഭാര്യമാരുടെ ആ ഇംഗിതമനുസരിച്ച് അവൻ പിന്നീട് തെറ്റിപ്പോയതായും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇസ്രായേൽ ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്നതായും യഹൂദ്യരെന്നും ഇസ്രായേലിരെന്നും രണ്ടായി തിരിയുന്നതായി നാം കാണുന്നുണ്ട്. ഇതൊക്കെയും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. ദൈവം ആരാണെന്ന് നാം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദൈവഭയത്തിൻ്റെ വിശേഷതകൾ നമ്മൾ എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം ഇതൊക്കെയും ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വചനം തുടർച്ചയായി വായിച്ചാൽ മതിയാകും. ദൈവഭയമുള്ള ഒരു വിശ്വാസിയാണ് യഥാർത്ഥ ഭക്തൻ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മാത്രമേ ദൈവകൃപ ഉണ്ടാകുകയുള്ളൂ. ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവർക്ക് ഉൾക്കൊള്ളുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണെന്ന് നമുക്ക് എവർക്കും അറിയാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, ഇവർ ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദാവീദ് പറയുന്നത് നമുക്കും ഏറ്റുപറയാം. അവങ്കിലേക്ക് നോക്കിയാൽ നമ്മൾ പ്രകാശിതരാകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാർ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയില്ല. നാം നമ്മുടെ പിതാക്കന്മാരെ പോലെ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരാകുവാനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.